ശശി തരൂർ കോൺഗ്രസിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രീതികളും നയങ്ങളും ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ വലിയ അതൃപ്തിക്ക് കാരണമായി മാറിയിരിക്കുകയാണ്. ഹൈക്കമാൻഡ് പോലും അംഗീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ശശി തരൂർ. ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാന മുഖങ്ങളിൽ ഏറ്റവും പ്രധാനി തന്നെയാണ് ശശി തരൂർ. ഇത്തരത്തിൽ പല കാരണങ്ങളാൽ കോൺഗ്രസിന് അങ്ങനെ എളുപ്പത്തിൽ ഹൈക്കമാൻഡിനടക്കം തള്ളിക്കളയുവാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതാവ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം എടുത്തിട്ടുള്ള ചില നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ ചില രീതികൾ, ചില വർത്തമാനങ്ങൾ താഴേത്തട്ടിലുള്ള ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരെ സംബന്ധിച്ച് വേദന ഉണ്ടാക്കുന്നത് തന്നെയാണ്. തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാരുടെ മാത്രം വോട്ട് കൊണ്ടല്ല താൻ വിജയിച്ചത് എന്ന തരത്തിലേക്കുള്ള ഒരു പ്രസ്താവന പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് ശശി തരൂരിനും അപകടകരമായി മാറുവാനുള്ള സാധ്യതയും ഏറെയാണ്. എന്തായാലും ഇപ്പോൾ ശശി തരൂരിൻ്റെ വിഷയത്തിൽ ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ള ചില രീതികളും നിലപാടുകളുമാണ് ഇപ്പോൾ പ്രകടമായി നിൽക്കുന്നത്. അതായത് ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യഘട്ടം മുതലുള്ള ചില രീതികൾ എവിടെ നിന്നാണ് ഈ പ്രശ്നം ആരംഭിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ മുതൽ ഇന്നുവരെയുള്ള ശശി തരൂരിൻ്റെ രീതികളും സ്വഭാവവും നിലപാടുകളും എവിടേക്കാണ് ദിശ വയ്ക്കുന്നത് എന്നുള്ളതും കണ്ടറിയണം. പിണറായി സർക്കാരിൻ്റെ വ്യവസായ നയത്തെ പിന്തുണച്ച ലേഖനം എഴുതിയതിന് പിന്നാലെ വീണ്ടും കോൺഗ്രസിൽ കലാപക്കൊടി ഉയർത്തിയ ശശി തരൂരിൻ്റെ നീക്കങ്ങളിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ട്. പാർട്ടിക്ക് വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന തരൂരിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിലെ പോഡ്കാസ്റ്റ് പ്രതികരണമാണ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരിനോട് അതൃപ്തി പ്രകടിപ്പിക്കാൻ കാരണമായത്. രാഹുലുമായുള്ള കൂടിക്കാഴ്ചയിൽ തരൂർ കേരളത്തിൽ മുന്നണിയെ നയിക്കാനും അടുത്ത മുഖ്യമന്ത്രിയാകുവാനുള്ള അവസരമാണ് ചോദിച്ചതെങ്കിലും അതിന് തെരഞ്ഞെടുത്ത മാർഗവും സാഹചര്യവും തെറ്റായിപ്പോയെന്ന വികാരമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനുള്ളത്. അതുതന്നെയാണ് പ്രാദേശിക തലത്തിലും. അസ്വസ്ഥനായി വിമത വഴിയെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് AICC നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി മല്ലികാർജ്ജുന ഖാർഗെക്കെതിരെ മത്സരിച്ച് തോറ്റ ശേഷം മുതൽ കോൺഗ്രസിൽ വിമത പ്രതിച്ഛായയുള്ള തരൂർ പാർട്ടി നേതൃത്വത്തിൻ്റെ നയങ്ങളിൽ നിന്ന്, നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായ സ്വരം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ അധ്യക്ഷനാകുവാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിന് പിന്നാലെ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ശ്രമം നടത്തിയ തരൂർ മലപ്പുറത്തെത്തി ലീഗ് നേതൃത്വത്തെ കാണുകയും മറ്റ് പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു തരൂരിൻ്റെ നീക്കം. കോൺഗ്രസിൽ നിന്ന് ചെറുത്തുനിൽപ്പുണ്ടായതോടെ പിന്നീട് അതിൽ നിന്ന് പിന്മാറി. ഇപ്പോൾ പിണറായി സർക്കാരിനെ പുകഴ്ത്തി ലേഖനം എഴുതുകയും പിന്നാലെ മറ്റു വഴികളുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത തരൂരിൻ്റെ നീക്കങ്ങൾ യാദൃച്ഛികമായി സംഭവിച്ചതല്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തലുണ്ട്. പാർട്ടിയോടോ വെല്ലുവിളി, ശശി തരൂരിൻ്റെ നീക്കങ്ങൾ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ എന്ന ഉറച്ച നിരീക്ഷണത്തിലാണ് AICC നേതൃത്വം. ഡൽഹിയിൽ നരേന്ദ്രമോദിയുടെ അമേരിക്കൻ പര്യടനത്തെ പുകഴ്ത്തുകയും കേരളത്തിൽ പിണറായി വിജയൻ്റെ വ്യവസായ നയത്തെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലനിൽപ്പിനെ ക്ഷയിപ്പിക്കുവാനുള്ള ആസൂത്രിത ശ്രമമാണെന്നാണ് AICC സംശയിക്കുന്നത്. കേരളത്തിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി പാർട്ടി തയ്യാറെടുക്കുമ്പോൾ ആ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുവാനുള്ള ശ്രമമാണ് തരൂർ നടത്തുന്നത്. പാർട്ടിയെ തിരുത്താനും ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുവാനുമാണ് തരൂരിൻ്റെ ആഗ്രഹമെങ്കിൽ അദ്ദേഹം സ്വീകരിക്കേണ്ട വഴി ഇതായിരുന്നോ എന്നും കോൺഗ്രസ് ദേശീയ നേതൃത്വം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് പ്രസക്തിയുമുണ്ട്. പരിഗണിച്ചില്ലെന്ന വാദവും പൊളിയുന്നു. ശശി തരൂരിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി പ്രൊഫഷണൽ കോൺഗ്രസ് ദേശീയ ചെയർമാൻ സ്ഥാനം തരൂർ സ്വമേധയാ രാജിവെക്കുകയായിരുന്നുവെന്നും കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദേശീയ അധ്യക്ഷന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷമാണ് തരൂരിനെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയത്. രമേശ് ചെന്നിത്തലയെ പോലും ഒഴിവാക്കിയാണ് തരൂരിനെ പ്രവർത്തക സമിതിയിൽ കൊണ്ടുവന്നത്. വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി തരൂരിനെ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. തരൂർ ഇപ്പോഴും പാർട്ടിയുടെ ഏറ്റവും ഉന്നത സമിതിയായ പ്രവർത്തക സമിതിയിൽ അംഗമാണെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. പിണറായി സർക്കാരിൻ്റെ കാലത്തെ വ്യവസായ വികസനത്തെ പുകഴ്ത്തിക്കൊണ്ട് എഴുതിയ ലേഖനം എഴുത്തുകാരൻ കൂടിയായ ശശി തരൂരിൻ്റെ വ്യക്തിപരമായ വീക്ഷണമായാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം കരുതിയത്. പദവി ചോദിച്ചത്
CPM-നെ പുകഴ്ത്തി പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി. എന്നാൽ ലേഖന വിവാദത്തിന് പിന്നാലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശശി തരൂർ ആവശ്യപ്പെട്ടത് കേരളത്തിലെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുവാനുള്ള താല്പര്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുവാനുള്ള ശശി തരൂരിന്റെ താല്പര്യത്തെ രാഹുൽ ഗാന്ധി പ്രോത്സാഹിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, വിലക്കുകയും ചെയ്തു. ഇതാണ് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന പ്രതികരണങ്ങളുമായി വീണ്ടും മാധ്യമങ്ങളിലൂടെ രംഗത്ത് വരാൻ കാരണമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കേരളത്തിലെ കോൺഗ്രസിൽ പ്രശ്നങ്ങളാണെന്നും കേരളത്തിൽ കോൺഗ്രസിന് മികച്ച നേതൃത്വം ഇല്ലെന്നും പോഡ്കാസ്റ്റിൽ തരൂർ ആരോപിക്കുവാൻ കാരണമെന്ന ആശങ്കയുണ്ട്. കോൺഗ്രസ് പരിശ്രമിച്ചില്ലെങ്കിൽ മൂന്നാം തവണയും കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നാണ് തരൂർ പറഞ്ഞത്. വോട്ട് ബാങ്കിന് അപ്പുറത്തേക്ക് ജനങ്ങളുടെ വോട്ടുകൾ നേടാൻ കഴിയണം, തനിക്കതിനാകുമെന്നുമുള്ള ശശി തരൂരിന്റെ പ്രതികരണത്തിൽ അതുണ്ടെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. പാർട്ടിക്ക് മേലെയുള്ള സമ്മർദ്ദമായാണ് ദേശീയ നേതൃത്വം തരൂരിന്റെ ഈ പ്രതികരണങ്ങളെ വീക്ഷിക്കുന്നത്. അത്തരം നീക്കങ്ങളെ ഒരു പാർട്ടിയും ഒരു കാലത്തും വകവെച്ച് കൊടുത്തിട്ടില്ല എന്ന യാഥാർത്ഥ്യം തരൂർ മറന്നുപോയി. എതിർ പാർട്ടിയെ പുകഴ്ത്തിയാൽ സ്വന്തം പാർട്ടിയുടെ നായകനാകുന്ന രീതി ഏത് രാജ്യത്താണ് തരൂർ കണ്ടിട്ടുള്ളതെന്നാണ് മറുചോദ്യം. എന്തായാലും ഈ ചോദ്യങ്ങൾ മുറുകുകയാണ്. രാഷ്ട്രീയ കേരളം ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾക്ക്, ചില വഴിത്തിരിവുകൾക്ക്, ചില ചുവടുമാറ്റങ്ങൾക്കൊക്കെ ദൃക്സാക്ഷിയാകേണ്ടി വരുമോ എന്നറിയുവാൻ ഇനി ദിവസങ്ങളും മണിക്കൂറുകളും മാത്രമൊക്കെയാണ് ബാക്കിയുള്ളത്. കോൺഗ്രസും വിട്ടുകൊടുക്കുന്നില്ല, തരൂരും വിട്ടുകൊടുക്കുന്നില്ല. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ എത്താമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന കോൺഗ്രസിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി തിരിഞ്ഞു നിൽക്കുന്ന ഒന്ന് ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെ അനുകൂലിക്കുന്നവർ, രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവർ, K സുധാകരനെ അനുകൂലിക്കുന്നവർ, അങ്ങനെ നിരവധി മുൻനിര നേതാക്കന്മാരെ അനുകൂലിക്കുന്ന നിരവധി രാഷ്ട്രീയ നേതാക്കന്മാരും പ്രവർത്തകരും അണികളുമൊക്കെ ഉള്ള കോൺഗ്രസ് കേരള രാഷ്ട്രീയ രീതിയിൽ ഇപ്പോൾ MP ആയി തിരുവനന്തപുരത്തിന്റെ മുഖമായി പാർലമെന്റിലേക്ക് പോയ ശശി തരൂർ അതേ വിമാനം പിടിച്ചു തിരിച്ച് കേരളത്തിലേക്ക് എത്തി തന്നെ മുഖ്യമന്ത്രിയാക്കുവാൻ വേണ്ടിയുള്ള ആദ്യ ചുവടുകൾ നയിച്ച പിന്നീട് വീണ്ടും ഹൈക്കമാൻഡിലേക്ക് എത്തി രാഹുൽ ഗാന്ധിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ രാഹുൽ ഗാന്ധി ഇരുകൈയും നീട്ടി സ്വീകരിക്കും, ഭയന്ന് വിറയ്ക്കും എന്നൊക്കെ ശശി തരൂർ വിചാരിച്ചു. ആ വിചാരങ്ങൾ തെറ്റാണ് എന്ന് രാഹുൽ ഗാന്ധി ബോധ്യപ്പെടുത്തുകയും ചെയ്തു. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഭാരത് ജോഡോ യാത്ര നടത്തിയതോടുകൂടി രാഹുൽ ഗാന്ധിക്ക് ചിലതെല്ലാം മനസ്സിലായിട്ടുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾ ഇന്നും കോൺഗ്രസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. പലതും പറഞ്ഞ് ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിട്ടും പലയിടങ്ങളിലും സ്വാധീനമുള്ള പാർട്ടിയായി ഇപ്പോഴും കോൺഗ്രസ് നിൽക്കുന്നു. അതുകൊണ്ട് ശശി തരൂരിന് ടിക്കറ്റ് നൽകി പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചത് കോൺഗ്രസ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മികവ് കണ്ടിട്ടോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധം കണ്ടിട്ടുമല്ല, അദ്ദേഹത്തിന്റെ അറിവും പ്രാപ്തിയും കഴിവും ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗുണകരമായി മാറും എന്ന ചില ബോധ്യത്തിന്റെ പുറത്തായിരുന്നു കോൺഗ്രസിന്റെ ആ തീരുമാനം. ഇപ്പോൾ അദ്ദേഹം എടുക്കുന്ന ചില നിലപാടുകൾ, അതായത് അങ്ങ് മറ്റ് പാർട്ടികളിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള നിലപാട് ചിലപ്പോൾ താൻ സ്വീകരിച്ചേക്കുമെന്ന് പറയുന്ന ശശി തരൂരിനെ പാർലമെന്റിൽ ശബ്ദമാക്കി മാറ്റിയത് ഇതേ പ്രസ്ഥാനമാണ് എന്ന ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാകണമെന്നുള്ളതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്.